നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ ഒരു ഒരു സ്വപ്ന ഭൂമിയാണ് കാനഡ. ഞങ്ങളും 2015 കാനഡയിൽ എത്തിയവരാണ്. പക്ഷേ ഈ ഒരു 2024 കാനഡ അതിൻ്റെ ഇമിഗ്രേഷൻ പോളിസികളിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവന്നു. 2024 സ്റ്റാർട്ടിംഗ് തൊട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിൻ്റേത് ടെമ്പററി വർക്കേഴ്സ്, പിന്നെ PGW പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ്, പിന്നെ സ്പൗസൽ വർക്ക് പെർമിറ്റ്, അങ്ങനെ പലതിലും ഇപ്പോൾ ഈ ഒരു 2-3 ദിവസം മുന്നേ ഇമിഗ്രേഷനിലും വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നു. ഇത് കാനഡയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചേഞ്ച് വന്നത്. ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 3 വർഷം 2025, 26, 27 കാനഡ അതിൻ്റെ ഇമിഗ്രേഷൻ നമ്പേഴ്സ് കുറയ്ക്കാൻ പോകുന്നു. ഇതുവരെയുള്ള കാനഡയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഈ ഇമിഗ്രേഷൻ നമ്പേഴ്സ് മുകളിലോട്ട് പോകുന്നതല്ലാതെ താഴോട്ട് വന്ന ഒരു ഹിസ്റ്ററി ഇല്ല. പക്ഷേ ഇത് കാനഡയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് എത്തിയിരിക്കുന്നത്. ശരിക്കും 2015 മുതലാണ് ഇമിഗ്രേഷൻ കൂടാൻ തുടങ്ങിയത്. അതായത് ലിബറൽസ്, കാനഡയിലെ ലിബറൽ പാർട്ടി അധികാരത്തിൽ വന്നത് മുതലാണ് ഇമിഗ്രേഷൻ കൗണ്ട് ശരിക്കും നല്ല രീതിയിൽ സിഗ്നിഫിക്കൻ്റ്ലി കൂടാൻ തുടങ്ങിയത്. അതിനു മുന്നേ കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ കൊല്ലവും ഒരു 300,000 ആളുകൾ മാത്രമേ കാനഡയിലേക്ക് വന്നുകൊണ്ടിരുന്നുള്ളൂ. പല രീതിയിൽ PR ആയിട്ടും അല്ലെ വർക്ക് പെർമിറ്റ് ആയിട്ടും ഓക്കെ. പക്ഷെ അതിനുശേഷം 2015 മുതൽ നല്ല രീതിയിൽ ഇമിഗ്രൻസ് വന്നു തുടങ്ങി. അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു 2025, 26, 27 കാലഘട്ടങ്ങളിലേക്ക് 500,000 ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു നമ്പറിലാണ് ഇപ്പോൾ ഈ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കോവിഡ് സമയത്ത് ആക്ച്വലി ഇവിടുത്തെ ഗവൺമെന്റ് ജനങ്ങൾക്കും ബിസിനസ്സിനും വേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു. ആ ബിസിനസ്സിന് വേണ്ടി നല്ല രീതിയിൽ പണം കൊടുക്കുകയും ജനങ്ങൾക്കും അതുപോലെ തന്നെ ഒത്തിരി സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം അപ്പോഴത്തേക്കിനും ഈ എക്കണോമിയിലേക്ക് കണ്ടമാനം പണം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇൻഫ്ലേഷനായി. അപ്പോൾ ആ സമയത്ത് കൂടുതൽ പേര് ഇമിഗ്രൻസ് വരികയും ചെയ്തു, കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പല രീതിയിൽ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ക്രൈസിസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇൻഫ്ലേഷൻ ഉണ്ടായി. അപ്പോൾ ഇൻഫ്ലേഷൻ വന്ന് കോവിഡിന് ശേഷം ഇൻഫ്ലേഷന് ശേഷം അതൊരു ഹൗസിങ് ക്രൈസിസിലേക്ക് വന്നു. കാര്യം ഒത്തിരി ഇമിഗ്രൻസ് വന്നു, ഒത്തിരി സ്റ്റുഡൻസ് വന്നു, അങ്ങനെ ഹൗസിങ് ക്രൈസിസ് വന്നു. അപ്പോൾ റെന്റ് കണ്ടമാനം കയറി, റെന്റ് തലപോലെ ഷൂട്ടപ്പായി. അപ്പോൾ പല രീതിയിലും പ്രശ്നങ്ങൾ വന്നു. പിന്നെ അൺഎംപ്ലോയ്മെന്റ്, അപ്പോൾ ഇൻഫ്ലേഷന്, ഹൗസിങ് ക്രൈസിസ്, ലോട്ട് ഓഫ് ഇമിഗ്രൻസ്, പിന്നെന്താ അൺഎംപ്ലോയ്മെന്റ്, അല്ലെ ഇപ്പം എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എക്കണോമിക്ക് ഒരു താറുമാറായി, ഒരു സ്റ്റെബിലൈസേഷൻ ഇല്ലാതെയായി. അപ്പോൾ ജനങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവസാനം എല്ലാം എത്തി നിന്നത് ജനങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്ത് തുടങ്ങി. ഇവിടുത്തെ PR-കാരും സിറ്റിസൺസും എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്ത് തുടങ്ങിയത് അവസാനം ഒരു ബലിയാടായി തീർന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇമിഗ്രൻസ് ആണ്. അപ്പം കണ്ടമാനം ഇമിഗ്രൻസ് വരുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് അവസാനം തീരുമാനത്തിലെത്തിയത്. ഇപ്പോൾ ഒത്തിരി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നതുകൊണ്ടും കുറേ പേർക്ക് ജോലി പോകുന്നു, പാർട്ട് ടൈം ജോലികൾ ഇവിടുത്തെ സിറ്റിസൺസിന് കിട്ടുന്നില്ല. പിന്നെന്താ കണ്ടമാനം ഈ ഇമിഗ്രൻസ് വരുന്നതുകൊണ്ട് റെന്റ് ഷൂട്ടപ്പ് ആവുന്നു. ഇപ്പോൾ റെന്റൽ മാർക്കറ്റ് തന്നെ നോക്കിയാൽ അറിയാം. കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് ഒരു മിനിമം ഒരു 3 ബെഡ്റൂം ഹൗസ് ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ 2 to 3 ബെഡ്റൂം ഹൗസ് എടുക്കണമെങ്കിൽ തന്നെ ഒരു റിമോട്ട് ഏരിയയിൽ തന്നെ മിനിമം $2,500 to $3,000 കൊടുക്കണം. ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് തന്നെ മിനിമം $2,000 ആവും. അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു. അപ്പോൾ പലർക്കും ഹൗസിങ് അഫോർഡബിലിറ്റി കുറഞ്ഞു, പലർക്കും ജോലി പോയി, പിന്നെ പണപ്പെരുപ്പം കൂടി. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് ഗവൺമെന്റ് ഈ 2024 മുതൽ പല രീതിയിലും ഇതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ നോക്കിയത്. അപ്പോൾ 2024 തുടക്കത്തിൽ അവർ ഇമിഗ്രേഷന്റെ ആദ്യപടിയായിട്ട് സ്റ്റുഡൻസിന്റെ വിസയുടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. പിന്നെ വർക്ക് പെർമിറ്റിൽ, പിന്നെ സ്പൗസൽ വർക്ക് പെർമിറ്റിൽ, ഇതാ ഇപ്പോൾ ഇമിഗ്രേഷനിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗവൺമെന്റിന്റെ പ്ലാൻ എന്ന് പറയുന്നത് അടുത്ത 3 കൊല്ലത്തേക്കുള്ള ഇമിഗ്രേഷന്റെ കൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇമിഗ്രേഷന്റെ കൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 അതായത് ഈ അടുത്ത കൊല്ലത്തെ പ്ലാൻ എന്ന് പറയുന്നത് 395,000 ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. 2026 അത് വീണ്ടും കുറഞ്ഞ് 380 ആവും, 380,000. പിന്നെ 2027 അത് കുറച്ചുകൂടെ കുറഞ്ഞൊരു 365,000 ആവും. അപ്പോൾ ഇതാണ് ഗവൺമെന്റ് പ്ലാൻ. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ഇവരുടെ നേരത്തെ പ്ലാൻ പ്രകാരം ഈ 25, 26, 27 500,000 അതായത് ഹാഫ് മില്യൺ ആളുകളെ കാനഡയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്ലാൻ. അതായത് അതനുസരിച്ച് കാനഡയുടെ പോപ്പുലേഷൻ ഗ്രോത്തിൽ പോപ്പുലേഷൻ ഒന്ന് ഗ്രോ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷെ ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം പോപ്പുലേഷൻ ഗ്രോത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 4.1 മില്യൺ, അതായത് 4 കോടി ജനങ്ങൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി ഇൻഫ്രാസ്ട്രക്ചറിലും കാര്യങ്ങളിലും ഒക്കെ ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ തീരുമാനം. അപ്പോൾ ഇതിനകത്തൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഈ ഒരു ഡിസിഷൻ അനൗൺസ് ചെയ്ത സമയത്ത് കാനഡയുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ പറഞ്ഞിരുന്നു,
അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാനഡയിൽ എസ്റ്റാബ്ലിഷ് ആയുള്ള ആളുകളുണ്ടല്ലോ, അതായത് ഫോറിൻ വർക്കേഴ്സ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, അവരുടെ PR-ലേക്കുള്ള ട്രാൻസിഷൻ കുറച്ച് ഈസി ആക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ മെയിനായിട്ടും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കാനഡയുടെ വെളിയിലുള്ള ആളുകൾ, ഇപ്പോൾ PR-ന് വേണ്ടി ട്രൈ ചെയ്യാൻ പോകുന്നവർ, അല്ലെങ്കിൽ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവർ, വരാൻ പോകുന്നവരേക്ക് ആയിരിക്കും ഈ ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഒരു കൗണ്ടിന്റെ റിഡക്ഷൻ കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്ത് ആവും, ഈസി ആവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി, ഫ്രാങ്കോഫോൺ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് സ്പീക്കിംഗ് ആളുകൾ, ഇപ്പോൾ ഫ്രഞ്ച് സ്പീക്കിംഗ് ആളുകളുടെ ഒരു സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ് അടുത്ത ഒരു അനൗൺസ്മെന്റ് നടത്തിയത്. അപ്പോൾ നമുക്ക് ഒരു PR-ലേക്കുള്ള ഒരു യാത്രയിലെ ജേണിയിൽ നമുക്കൊരു ഫ്രഞ്ച് കൂടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഫ്രഞ്ച് കൂടെ പഠിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടും. ചിലപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ സ്മൂത്ത് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രഞ്ച് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്, സിൻസ് ദേ ആർ ഗോയിങ് ടു സ്ട്രെങ്തൻ ദ ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം നോക്കുവാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടുള്ളവർക്ക് അറിയാം, 2023 ഒക്ടോബറൊക്കെ ആയപ്പോൾ സമയത്ത് എനിക്ക് എൻ്റെ ജോലി പോയെന്ന് പറഞ്ഞാൽ എൻ്റെ കോൺട്രാക്ട് തീർന്നിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കാനഡ വന്ന സമയത്ത് ഒരു ജോലി പോയിട്ട് നമ്മൾ വേറൊരു ജോലിക്ക് വേണ്ടി കോൺട്രാക്ട് തീർന്നിട്ട് വേറൊരു കോൺട്രാക്റ്റിലേക്ക് ജോലി നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കോളുകളുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു സമയം ഈ 2023 ഒരു സ്ട്രഗിൾ കാലഘട്ടമായിരുന്നു പേഴ്സണലി എനിക്ക്. അപ്പോൾ ആ ടൈമിൽ ആ ഒരു കോൺട്രാക്ട് തീർന്നിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു വേറൊരു കോൺട്രാക്റ്റിലേക്ക് കയറാനും. ഒരു 2.5 മാസത്തോളം എടുത്തു എനിക്ക് വേറൊരു ജോലി കിട്ടാനും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പച്ചക്കറി ഡെലിവറിക്കും ഊബർ ഓടിക്കാനും ഒക്കെ പോയിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ചെയ്യാനിടാം, കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു ആക്ച്വലി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു ഫാക്ടറാണ് ആക്ച്വലി. കാര്യം കോമ്പറ്റീഷൻ കൂടി, കണ്ടമാനം ആളുകളായി. ഇപ്പോൾ ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ IT-യിലുള്ളവർക്ക് അറിയാം, ഇപ്പോൾ നമുക്ക് വരുന്ന ജോലികൾ, എസ്പെഷ്യലി കോൺട്രാക്ട് ജോലികൾക്കൊക്കെ റേറ്റ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു കോവിഡ് സമയത്ത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ 2019, 20, 22 ആ സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന ജോലികൾക്കൊക്കെ റേറ്റ്, അവർലി റേറ്റ് ഭയങ്കര കുറവാണ്. അതൊരു കാര്യം. ഇതെല്ലാം ഇതൊരു ഫാക്ടറാണ്. അപ്പോൾ റേറ്റ് കുറയുമ്പോഴപ്പോൾ ആളുകളുടെ സാലറി കുറയുകയാണല്ലോ. അപ്പോൾ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഇവിടുത്തെ മോഡ്ഗേജ്, ഇപ്പം ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഭയങ്കര കയറിപ്പോയി. ഈവൻ ഞങ്ങളുടെ മോഡ്ഗേജ് വരെ നല്ല രീതിയിൽ കൂടി, നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം മോഡ്ഗേജ് ഒക്കെ പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു എന്താ പറയുക, എല്ലാം കൊണ്ടും ഒന്ന് ഇങ്ങനെ തകിടം പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു എക്കണോമി. അപ്പോൾ അതിനെല്ലാം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് പഴയ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഭാഗമാണ് ഇപ്പോൾ ഇമിഗ്രേഷന്റെ പുതിയ റൂള്, ഇമിഗ്രേഷൻ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്, കൗണ്ടൊക്കെ ഒന്ന് കുറച്ചിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് 1-2 പേര് സംസാരിച്ചപ്പോൾ അവർ വർക്ക് പെർമിറ്റിലാണ്. അപ്പോൾ അവരുടെ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞു. അതായത് SOWP, സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ്. അപ്പോൾ അവരുടെ മാത്രമല്ല, കുറേ പേരുടെ ഇങ്ങനെ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആവും നമ്മൾ പറയുന്നു. പക്ഷെ അവർ പറയുന്നത് ആസ് പെർ IRCC റൂൾ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കാനഡയിൽ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ, ഒരു പബ്ലിക് കോളേജിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമെന്ന് അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഒത്തിരി പേരുടെ റിജക്റ്റ് ആവുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു IRCC കൺസൾട്ടൻറ്റോ ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ഒന്നും അല്ലാതെ നമുക്ക് അങ്ങനൊന്നും പറയാനും പറ്റത്തില്ല. അപ്പം ബെറ്റർ എപ്പോഴും ഒരു ലൈസൻസ്ഡ് IRCC കൺസൾട്ടൻറ്റ്, ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനെ കോൺടാക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. എൻ്റെ പരിചയത്തിലുള്ള ഒരാളാണ്, ലൈവ് ഇമിഗ്രേഷൻ ആണ്. അപ്പോൾ ലൈവ് ഇമിഗ്രേഷൻ എന്നാണ് കൺസൾട്ടൻസിയുടെ പേര്. അപ്പോൾ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുക. ഇവർ എസ്പെഷ്യലി ഇതുപോലത്തെ സ്പൗസൽ വർക്ക് പെർമിറ്റും എക്സ്റ്റൻഷനും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഇവർക്ക് നിങ്ങളെ എന്തായാലും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. കാര്യം എപ്പോഴും നമ്മളൊരു കൺസൾട്ടൻറ്റ്, ഒരു ലൈസൻസ് കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് സെൻസിറ്റീവ് കാര്യങ്ങൾക്കൊക്കെ നല്ലതെന്ന് പറയും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, ഒരു ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാനഡയുടെ ഈ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒന്ന് സോൾവ് ആയി കഴിഞ്ഞിട്ട് ഈ ഇൻഫ്ലേഷനും ഹൗസിംഗ് പ്രോബ്ലം, റെന്റൽ പ്രോബ്ലം, എംപ്ലോയ്മെന്റ് ഇഷ്യൂസും എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കാനഡ പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. പിന്നെ എല്ലാം ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഇമിഗ്രേഷൻ അധിക നാളില്ലാതെ കാനഡയ്ക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. സോ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ കാണാം.